ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ചൊരക്ക കണ്ട. ഈ ചൊരക്ക വെച്ചിട്ട് നമുക്ക് ഇന്നൊരു ഉപ്പേരി ഉണ്ടാക്കണം. അത് ചക്കര വെള്ളിക്കിഴങ്ങാണ് കേട്ടോ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അത് വന്നിട്ട് വെറുതെ കഴിക്കാനായിട്ട് നമ്മളിത് പൊടിയായി വെട്ടിയെടുത്തതിന് ശേഷം ഇതിന് നമുക്ക് ഉപ്പേരി വെക്കാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് അയക്കാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും പരിപ്പിട്ടിട്ട് കറിയെല്ലാം ഉണ്ടാക്കുന്നത് കൂട്ടി വയ്ക്കും, ഇതൊക്കെയല്ലേ ചെയ്യുള്ളൂ. ഞാൻ നോക്കി എന്താ കുറച്ച് ഓയിൽ ഒഴിച്ച് കടുകിട്ടിട്ട് ചെറിയുള്ളിയും കരിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അത് നന്നായി മൂത്ത് വരണം കേട്ടോ. അതാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുക. നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ചൊരക്ക വാരി ഇട്ട് കൊടുക്കുക കേട്ടോ. ചൊരക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. നന്നായി വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം അത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വന്നിട്ട് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. എന്നിട്ട് കരിവേപ്പിൻ്റെ ഇലയും വലിയ ഉള്ളിയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. നന്നായി മൊരിയിച്ചെടുക്കണം കേട്ടോ. ഇതും അതേമാതിരി മൊരിയിച്ചെടുത്താൽ തന്നെ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ടി വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ മുട്ട വേവിച്ചത് രണ്ടായി കട്ട് ചെയ്തിട്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് എല്ലാം തിരിച്ചും മറിച്ച് നന്നായി കുറച്ച് നേരം മൊരിയിച്ച് സിമ്മിലേ വെക്കണം കേട്ടോ. ഒരുപാട് ഫുള്ളിൽ വെക്കണ്ട, സിമ്മിലേ വെച്ച് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് മൊരിയിച്ചെടുക്കുക. മുട്ടയാണ്, അത് കാരണം നിങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടിത്തെറിക്കില്ല, അതുകൊണ്ട് പറയുകയാണ്. എന്ത് പറഞ്ഞാൽ എൻ്റെ ഫാമിലിനെ ഞാൻ തന്നെ നോക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ വന്നിട്ട് കുറച്ച് മാറി നിന്നിട്ട് ഇല്ലെങ്കിൽ മൂടിയിട്ടിട്ട് നിങ്ങൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതും. പിന്നെ ഇന്നേക്ക് വന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ പറയാനായിട്ട് ഇതാണ്. ഇതെടുത്ത് മാറ്റണല്ലേ, ഞാൻ ഈ ചട്ടിയിൽ തന്നെ കുറച്ച് ചോറിട്ടിട്ട് അതങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് ഇങ്ങനെ ഈ ചട്ടിയിൽ തന്നെ നിങ്ങൾ ചോറ് ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് നിങ്ങൾ കമൻ്റായിട്ട് പറയാനായിട്ട് മറക്കണ്ട കേട്ടോ. ഇതാണ്ടില്ലേ എടുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ മക്കൾക്കൊക്കെ വെറുതെ വേവിച്ച് കൊടുത്തു പറഞ്ഞാൽ മുട്ട ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇത് സിമ്പിളല്ലേ. ഇപ്പോൾ ഒരു കറിയില്ല പറഞ്ഞാൽ ഇതേമാതിരി ചെയ്തിട്ട് നമ്മൾ ചോറും അതിലിട്ട് കുഴച്ചിങ്ങണ്ട് നമുക്ക് കഴിക്കാമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ബായ്.